സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയും അപേക്ഷയും ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കേരളം ഇന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കും. ജിൽബി തോംസൺ ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജിൽബി. ഗുഡ് മോർണിംഗ് കാവ്യ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിന്റെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സാഹചര്യമൊക്കെയും കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കാനിരിക്കുകയാണല്ലേ? കാവ്യ, തീർച്ചയായും. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസം. കാരണം കേരളം ഈ സാമ്പത്തികമായിട്ട് കേന്ദ്രം ഞെരുക്കുന്നുവെന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യമൊക്കെ അറിയിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഒരു നിഷേധാത്മകമായ നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എടുത്തത്. പിന്നാലെയായിരുന്നു നിയമപരമായിട്ട് കേരളം മുമ്പോട്ട് പോയത്, സുപ്രീം കോടതിയെ സമീപിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഈ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു സുപ്രീം കോടതി ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിച്ചൂടെ എന്ന് കേരളത്തോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. അതായത് ഈ ചർച്ച നടന്നെങ്കിലും, അതായത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ അതിൽ പങ്കെടുക്കാനായിട്ട് ദില്ലിയിലെത്തി ഈ ചർച്ച നടന്നെങ്കിലും പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേന്ദ്രം ഈ ചർച്ചയിൽ നിലപാടുകൾ സ്വീകരിച്ചത്. അതായത് പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ അടക്കം കേരളം ആവശ്യപ്പെട്ടത് ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ച് അടക്കമുള്ള വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അതുപോലെ തന്നെ സാമൂഹ്യ പെൻഷൻ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് നൽകാനായിട്ട് അടിയന്തരമായിട്ട് 26,000 കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യം കേരളം മുമ്പോട്ട് വെച്ചിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിൽ ഉന്നയിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചത്. അതിനാൽ തന്നെ ഈ ചർച്ചയിൽ എടുത്ത നിലപാടുകൾ, ചർച്ചയിലെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, ഇതിലെ എല്ലാ വിഷയങ്ങളും ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം അറിയിക്കും. അതായത് ഈ കോടതിയുടെ പുറത്തുള്ള ചർച്ചകൾ ഒട്ടും ഫലപ്രദമായില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഫലപ്രദമാവില്ല എന്ന കാര്യവും ഇന്ന് കേരളം സുപ്രീം കോടതി അറിയിക്കും. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകണമെന്ന കാര്യമായിരിക്കും ഇന്ന് കേരളം മുമ്പോട്ട് വയ്ക്കുക. എന്തായാലും നമുക്കറിയാം, ഈ കേന്ദ്രം സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളം ദില്ലി ജന്തർ മന്ദിറിൽ വന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ആ പ്രതിഷേധം ദേശീയ ശ്രദ്ധ നേടിയത് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് അർഹിക്കുന്ന വിഹിതം, അതായത് വായ്പാ പരിധി ഉയർത്തണമെന്ന കാര്യമൊന്നും കേരളം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനിടെയായിരുന്നു കേന്ദ്രം ഒരു കുറിപ്പ് സുപ്രീം കോടതിയെ സമർപ്പിച്ചത്. അതായത് കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റിന് മോശമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പൊക്കെ കേന്ദ്രം ഇത്തരത്തിൽ എന്നാൽ ഈ വിഷയത്തിൽ കേരളം അപ്പോഴും ശക്തമായ നിലപാട് തന്നെ മുമ്പോട്ട് വെച്ചു. കാരണം ഇതുവരെയായിട്ടും ഒരു വായ്പാ പരിധി ഉയർത്തണമെന്ന കാര്യമൊന്നും കേരളം പറഞ്ഞിട്ടില്ല. പക്ഷേ അർഹതപ്പെട്ട വിഹിതം, അതായത് കേരളത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ ലഭിക്കണമെന്ന ആവശ്യം മാത്രമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇന്നും കേരളം സുപ്രീം കോടതിയെ അറിയിക്കുക. എന്തായാലും ചർച്ചയിലെ വിഷയങ്ങളെല്ലാം ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. ഈ കടമെടുപ്പ് പരിധിയിലെ സ്യൂട്ട് ഹർജിയും അതുപോലെ തന്നെ അടിയന്തരമായിട്ട് വേണ്ട സഹായം, സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള അപേക്ഷയുമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുക. കാവ്യ. ശരി ജിൽബി, താങ്ക് യു. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും സുപ്രീം കോടതിയിൽ ഇന്ന് അറിയിക്കാനിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതിയുടെ കൂടി തീരുമാനത്തിന്, നിലപാടിനനുസരിച്ചാണ് കേന്ദ്രവുമായി ചർച്ച നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുന്നുണ്ട്.